അയിലൂരിൽ കുടിവെള്ള വിതരണം ക്രമീകരിച്ചതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതി. പോത്തുണ്ടി ജലസേചന പദ്ധതിയിൽ നിന്നാണ് പഞ്ചായത്ത് പരിധിയിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, SM ഷാജഹാൻ, വിഘ്നേഷ് തുടങ്ങിയവരാണ് പരാതിയുമായി വാട്ടർ അതോറിറ്റിയിലെത്തിയത്. നിലവിൽ വന്നിട്ടുള്ള ക്രമീകരണം കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം വേനൽ അടുക്കുന്നതോടുകൂടി പഴയ പോലെയല്ല, ഈ അയിലൂർ പഞ്ചായത്തിലെ കണക്ഷനുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൺസപ്ഷൻ വേനൽക്കാലത്ത് കൂടുതലായിട്ട് വരികയാണ്. അവർക്ക് കൊടുക്കാൻ പാകുന്ന രീതിയിലുള്ള വെള്ളം സപ്ലൈ ഇല്ല, അതിന് മതിയാകുന്നില്ല. മതിയാകാത്ത പാലറ്റ പ്രദേശങ്ങളിൽ ഒരുപാട് പരാതികളാണ് വാട്ടർ അതോറിറ്റി നേരിടുന്നത്. ഒട്ടും വെള്ളമില്ലാതെ ഒരുപാട് ദിവസങ്ങളായി കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വാലറ്റ പ്രദേശങ്ങളിലുള്ള ആളുകളെ കൂടെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വെള്ളം സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ക്രമീകരണത്തിലേക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് ഇടപെട്ട ദിവസങ്ങളിൽ കുറച്ചും കൂടി ഗ്യാപ്പ് കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വരാൻ സമ്മർദ്ദതരായിരിക്കുകയാണ്. കൂടുതൽ സമയം പമ്പ് ചെയ്തുകൊണ്ടും കൂടുതൽ പമ്പിംഗ് ഏർപ്പെടുത്തിക്കൊണ്ടും നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പോത്തുണ്ടി ഡാമിലുള്ള ട്രാൻസ്ഫോമർ അഭിവൃദ്ധിപ്പെടുത്തേണ്ട സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദിവസം ഇടവിട്ട ശുദ്ധജല വിതരണം നടത്തണമെന്നതാണ് ആവശ്യം. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് ജലം എത്തുന്നത്. ഇത് കടുത്ത ജലക്ഷാമത്തിന് കാരണമാകും. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രസിഡന്റ് കെ രാജേശ്വരി, SM ഷാജഹാൻ എന്നിവർ പറഞ്ഞു. 1.5 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരക്കം പാഞ്ഞ് വരുന്നുണ്ടെങ്കിലും അവിടെ എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത് നോക്കി കേടുപാടുകൾ തീർത്ത് പലയിടത്തും പൈപ്പുകൾ അടഞ്ഞു കിടക്കുന്നത് പരിശോധിച്ച് വീടുകൾ കയറി ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പോലും പൂർണ്ണമായിട്ടും കുടിവെള്ള വിതരണം ക്രമപ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും പാലറ്റ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിൽ വാട്ടർ അതോറിറ്റി പുതിയൊരു തീരുമാനമെടുത്ത് ആഴ്ചയിൽ 2 ദിവസം മാത്രം വിവിധ പ്രദേശങ്ങളിലേക്ക് ക്രമീകരിച്ചുകൊണ്ട്, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു ഭാഗത്തേക്ക്, ബുധൻ വ്യാഴം മറ്റൊരു ഭാഗത്തേക്ക്, വെള്ളി ശനി മറ്റൊരു ഭാഗത്തേക്ക്, അങ്ങനെ 3 ടേമാക്കി ഈ പഞ്ചായത്തിനെ 3ആക്കി ഭാഗിച്ചുകൊണ്ടാണ് വിതരണം മിനിഞ്ഞാന്ന് മുതൽ നടത്താൻ തുടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഭാഗത്തേക്ക് വിടുന്നത് മുടങ്ങിയാൽ പിന്നീട് അവർക്ക് കിട്ടുന്നത് 6 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വെള്ളം എത്തുക. അത്രയും വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും സജ്ജീകരണങ്ങളും ഓരോ ഗുണഭോക്താവും സജ്ജീകരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അത് ജനങ്ങൾക്കേറെ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയാണ്. UTV ന്യൂസ്, പാലക്കാട്.